പത്തനംതിട്ട നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ സംഘർഷം. ശബരിമല ഇടത്താവള നിർമ്മാണത്തെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഉണ്ടായ വാക്കേറ്റം തെരുവ് യുദ്ധത്തിലും സംഘർഷത്തിലും കലാശിച്ചു. LDF UDF കൌൺസിലർമാർ തമ്മിലുണ്ടായ ചേരിപ്പോര് പിന്നീട് യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷമായി മാറി. 1 മണിക്കൂറോളം നഗരമധ്യത്തിൽ പോലീസിനു മുമ്പിൽ ഇരുവിഭാഗവും തമ്മിൽ തല്ലിയും തെറിവിളിച്ചും കൊലവിളി ഉയർത്തിയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. നിരവധി DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. നഗരസഭയ്ക്കുള്ളിൽ വെച്ച് നടന്ന സംഘർഷത്തിൽ വനിതാ കൌൺസിലർമാരടക്കം 7 പേർക്ക് പരിക്കേറ്റു. അക്രമം രൂക്ഷമായപ്പോൾ വനിതാ കൌൺസിലർമാർ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയോടി. ഹാളിനുള്ളിലെ ജനൽ ചില്ലകളും മേശയും കസേരയുമെല്ലാം ഇരുകൂട്ടരും ചേർന്ന് തല്ലിത്തകർത്തു. ഇതോടെ വിഷയം DYFIയും യൂത്ത് കോൺഗ്രസും ഏറ്റെടുത്തു. പത്തനംതിട്ട ടൗൺ സംഘർഷഭൂമിയായി മാറി. സംഭവത്തെ തുടർന്ന് നഗരം പോലീസ് വലയത്തിലായി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട അടൂർ ക്യാമ്പുകളിൽ നിന്നായി കൂടുതൽ പോലീസിനെ നഗരത്തിനുള്ളിൽ വിന്യസിച്ചിരിക്കുകയാണ്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.